ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം മുതൽ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കേയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ദൈവം അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുകയാണ്. ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവജനത്തോട് അരുളി ചെയ്യുകയാണ്. ദൈവം വലിയ പ്രതീക്ഷയോടെ നയിച്ചു കൊണ്ടുപോകുന്ന ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുകയാണ്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. ഇസ്രായേലേ, നിൻ്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ദൈവത്തിൻ്റെ പ്രിയ ജനമാണ്. ദൈവം നയിച്ചു കൊണ്ടുപോകുന്ന ജനമാണ്. ദൈവം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിടർത്തി പലസ്റ്റൈനിലെ സമൃദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ജനമാണ്. പാലും തേനൊഴുന്ന കനാൻ ദേശമെന്ന് വേദപുസ്തകം പറയുന്ന സുഭിക്ഷമായ സന്തോഷ സമൃദ്ധമായ നന്മകളാൽ സമ്പുഷ്ടിയാർന്ന് കനാനിലേക്ക് ദൈവം നടത്തിക്കൊണ്ടു പോകുന്ന ജനമാണ്. എന്നാൽ ആ ജനത്തിന് വലിയൊരു കെടുതി വന്നിരിക്കുകയാണ്. അവർക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു. പരാജയം വരാൻ കാരണം എന്താണെന്ന് ദൈവം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയം വരുവാൻ തക്കതായ കാരണമുണ്ട്. ആ കാരണം എന്താണ്? നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, തന്മൂലം ശാപം വന്നിരിക്കുന്നു. ഇസ്രായേലേ, നിൻ്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. ശാപം നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളോട് ഇരിക്കുകയുള്ളൂ. ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റുപോകേണ്ടി വരും. നിങ്ങൾ തോറ്റ് പിൻവാങ്ങി തിരിഞ്ഞോടേണ്ടി വരും. നിങ്ങൾക്ക് വന്ന പരാജയത്തിൻ്റെ കാരണം നിങ്ങളിൽ ഒരു ശാപമുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. പല കാര്യങ്ങളിൽ പരാജയപ്പെട്ടവരാണ്. ആത്മീയമായി പരാജയപ്പെട്ടവരുണ്ട്, ഭൗതികമായി പരാജയപ്പെട്ടവരുണ്ട്. ഭൗതികമായ പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. കാരണം നമ്മിൽ പലരും ഭൗതികമായ കാര്യങ്ങളിൽ ഒന്ന് കുതിച്ചു പോകുവാൻ, കുതിച്ചു മുന്നേറുവാൻ ആഗ്രഹിച്ചവരാണ്, പക്ഷേ പരാജയപ്പെട്ടവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, നമ്മുടെ കുടുംബകാര്യങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്, നമ്മുടെ ധനസംബന്ധമായ കാര്യങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്, നമ്മുടെ ജോലി കാര്യങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്, നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്, കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറഞ്ഞാൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്, ജോലിയിൽ പരാജയപ്പെട്ടവരുണ്ട്. ഒന്നിനും കൊള്ളാത്തവരെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണം പരാജയം ഏറ്റുവാങ്ങിയവരാണ് ചിലരെല്ലാം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പരാജയപ്പെട്ടവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ജയിച്ചവരാണോ? ഞാൻ ഭൗതികമായ വശം പറയുകയാണ്, ഭൗതികമായ കാര്യങ്ങൾ പറയുകയാണ്. ഭൗതികമായി നിങ്ങൾ ജയിച്ചവരാണോ? ഭൗതികമായി നിങ്ങൾക്ക് എവിടെയെങ്കിലും പരാജയം വന്നുവോ? ഉണ്ട്. നിങ്ങൾ പലർക്കും പരാജയം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ആകെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, ഒരസംതൃപ്തിയല്ലേ നിങ്ങളുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നത്? അസംതൃപ്തി, എന്തോ ഒരു പോരായ്മ. പോരാ എന്നാണ്, വേണ്ടതുപോലെ ആയില്ല എന്നാണ്, പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നാണ്, ആശിച്ചതുപോലെ ആയില്ല എന്നാണ്. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഷ്ടപ്പെടാഞ്ഞിട്ടല്ല,
അധ്വാനിക്കാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ ഇണങ്ങി വരാഞ്ഞതുകൊണ്ടുമല്ല. എന്തുകൊണ്ടോ പരാജയം. ആരോഗ്യത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, രോഗം ഗ്രസിച്ചവരുണ്ട്. രോഗത്താൽ ഗ്രസിക്കപ്പെട്ടവരായി, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി, മനസ്സ് തളർന്നവരായി, ഭാവിയിലേക്ക് നോക്കി നിരാശയോടെ നെടുവീർപ്പിടുന്നവരുണ്ട്. എനിക്കിതെല്ലാം ഇങ്ങനെയല്ല സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് സങ്കടത്തോടെ കഴിയുന്നവരുണ്ട്. എൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടല്ലോ എന്നോർത്ത് വിതുമ്പി കഴിയുന്നവരുണ്ട്. പരാജയങ്ങളുടെ നീണ്ടൊരു പട്ടിക. ചിന്തിച്ചു നോക്കൂ, പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. ഇനി അടുത്ത പടിയിലേക്ക് കടക്കൂ. ആത്മീയമായി പരാജയപ്പെട്ടവരുണ്ട്. പാപത്തിൽ വീണു പോയവരുണ്ട്. ആത്മാവ് ഉണ്ടെന്ന് പോലും അറിയാത്തവരാണ് പലരും. ഈ ശരീരമുണ്ട്, ശരീരത്തിനുള്ളിൽ ജീവനുണ്ട്, പ്രാണൻ. അതിനപ്പുറത്ത് ആത്മാവുണ്ട്. ദേഹിയും ദേഹവും ആത്മാവും. ഈ ആത്മാവ് ശരീരം മൃതമായാലും, ശരീരം പ്രാണൻ വിട്ട് മരണത്തെ അഭിമുഖീകരിച്ചാലും, ശരീരത്തിനുള്ളിൽ നിന്ന് പ്രാണൻ പറന്നുപോയി കഴിയുമ്പോൾ ആത്മാവ് നിത്യതയിലേക്ക് പറന്നകലും. ഒരു നിത്യതയുണ്ട്, പലർക്കും അറിഞ്ഞുകൂടാ. ഒരു നിത്യതയുണ്ട്. ലോകത്തിലുള്ള മനുഷ്യർ എന്തെല്ലാമോ എല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ച് കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുന്നു. ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കാറില്ല. ആത്മാവിന് നിത്യതയുണ്ട്. ആത്മാവിന് അവസാനമില്ല. ആത്മാവിന് നിത്യതയുണ്ട്. ആ നിത്യത അത് സ്വർഗ്ഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണമെന്ന് ഒരു പരമസത്യമുണ്ട്. പക്ഷേ ആർക്കും അത് അറിഞ്ഞുകൂടാ. ആത്മാവ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും. എന്താണ്? ദൈവത്തിൻ്റെ ആകൃതിയുണ്ടോ? ദൈവത്തിന് അങ്ങനെ ഒരു ഷേപ്പുണ്ടോ? ദൈവത്തിന് അങ്ങനെ ഒരു രൂപമുണ്ടോ? ഇല്ല. ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ആകൃതിയില്ല. പിന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിൽ, മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളതായി, ദൈവത്തിൻ്റെ സ്വരൂപമുള്ളതായി, ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളതായി ദൈവം സൃഷ്ടിച്ചു. ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആത്മാവ് ദൈവത്തിൻ്റെ തേജസ്സുള്ളതായി ദൈവം സൃഷ്ടിച്ചു. പാപം ഏശാത്തതായി ദൈവം സൃഷ്ടിച്ചു. അശുദ്ധി പറ്റാത്തതായി ദൈവം സൃഷ്ടിച്ചു. മാലിന്യമില്ലാത്തതായി ദൈവം സൃഷ്ടിച്ചു. ഈ ആത്മാവ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപഗ്രസ്തമായി തീർന്നു. പാപം മൂലം മനുഷ്യാത്മാവ് ബന്ധിതമായി പോയി. പാപത്തിലേക്ക് മനുഷ്യനെ വശീകരിച്ച ദുഷ്ടനായ പൈശാചികൻ മനുഷ്യൻ്റെ ശത്രുവാണ്. മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ച ദുഷ്ടനായ സാത്താൻ മനുഷ്യൻ്റെ ശത്രുവാണ്, ദൈവത്തിൻ്റെ ശത്രുവുമാണ്. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ അവൻ്റെ ശോഭനമായ നിലവാരത്തിൽ നിന്ന് താഴ്ത്തുവാനും തള്ളുവാനും ദുഷ്ടപിശാചിൻ്റെ യത്നം, അതാണ് ഏദൻ തോട്ടത്തിൽ അരങ്ങേറിയത്. ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ പാപത്തിലേക്ക് നയിക്കപ്പെട്ടു. ദുഷ്ടനായ പൈശാചികനാണ് മനുഷ്യനെ അതിലേക്ക് പ്രേരിപ്പിച്ചതും പ്രലോഭിപ്പിച്ചതും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ദൈവീക സ്വരൂപം നഷ്ടപ്പെട്ടു. പുറമേയുള്ള ശരീരമല്ല, അകമേയുള്ള ആത്മാവ് ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടു. പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിന് മാലിന്യം സംഭവിച്ചു. മനുഷ്യൻ്റെ ആത്മാവിന് ക്ഷയം സംഭവിച്ചു. മനുഷ്യൻ്റെ ആത്മാവ് വിരൂപമായി, വികൃതമായി, വികലമായി. മനുഷ്യാത്മാവിൻ്റെ വൈകല്യം, മനുഷ്യാത്മാവിൻ്റെ വൈരൂപ്യം, മനുഷ്യാത്മാവിൻ്റെ വൈകൃതം പൈശാചിക ഭാവമുള്ളതായി തീർന്നു. മനുഷ്യൻ കോപിച്ചു, മനുഷ്യൻ കോപിയായി തീർന്നു. മനുഷ്യൻ ശാഠ്യം പിടിച്ചു, മനുഷ്യൻ ശാഠ്യമുള്ളവനായി തീർന്നു. മനുഷ്യൻ അസൂയാലുവായി, മനുഷ്യൻ്റെ അസൂയ. മനുഷ്യൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനായി. അവൻ്റെ ഹൃദയത്തിലെ വൈരാഗ്യം, അവൻ്റെ ഹൃദയത്തിലെ പക, ഇതെല്ലാം പൈശാചികൻ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച ഭീകര ദുഷ്കൃതങ്ങളാണ്, ഭയാനകമായ കാര്യങ്ങളാണ്. നമ്മുടെ മേൽ ദുഷ്ടനായ പൈശാചികൻ ഇതെല്ലാം ഇമ്പോസ് ചെയ്തു, നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ ആത്മാവിന് വൈകൃതം ഉളവാക്കി. ആത്മാവ് വിരൂപമായി. സ്നേഹിതരെ, ദുഷ്ടനായ പൈശാചികൻ ശത്രുവാണ്. ഈ ശത്രുവിനോട് നിരന്തരം യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പരമമായ കർത്തവ്യം. ദുഷ്ടനായ പൈശാചികനോട് യുദ്ധം ചെയ്ത് ജയിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകമാണ്,
സിംബോളിക്കാണ്. ഏത് പുസ്തകത്തിൽ യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊല്ലുന്നതായിട്ടും ഭയങ്കരമായ നാശസംഹാരങ്ങൾ നടത്തുന്നതായിട്ടെല്ലാം നാം കാണുന്നത് എല്ലാം ചില മഹത്തായ ആശയത്തിൻ്റെ പ്രതീകങ്ങളും പ്രതിരൂപങ്ങളും സിംബൽസുമാണ്. ദൈവത്തിന് സ്തോത്രം. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് നാം ആത്മാവിൽ യുദ്ധം വേണമെന്ന് മനസ്സിലാകുന്നത്, യുദ്ധം വേണമെന്ന് ഗ്രഹിക്കുന്നത്. ആത്മാവിൽ യുദ്ധം. ഈ യുദ്ധത്തിൽ പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെടുന്നു. അവൻ ചില തീരുമാനങ്ങളെടുക്കും, പക്ഷേ ഈ തീരുമാനങ്ങൾ പാലിക്കാൻ പറ്റാതെ പോകുന്നു. ഞാനും അതെ, നിങ്ങളും അതെ. നാം പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ചില സമർപ്പണങ്ങൾ എടുക്കുന്നുണ്ട്, ചിലപ്പോഴെല്ലാം പാളിപ്പോകുന്നു. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് നാം തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ നാം ചിലപ്പോൾ ചില സാഹചര്യം വരുമ്പോൾ കോപിച്ച് പോകുന്നു. ഇനി അശുദ്ധ വികാരങ്ങൾക്ക് ഞാൻ അടിമപ്പെടുകയില്ല തീരുമാനിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അശുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. ഇനി ഞാൻ ധനാപകരണം നടത്തുകയില്ല എന്ന് തീരുമാനിച്ചവരുണ്ട്, പക്ഷേ ചില പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ ധനാപകരണ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് മനുഷ്യൻ തിരിയുന്നു. കാരണം എപ്പോഴും ഈ ദുഷ്ടനായ പൈശാചികൻ മനുഷ്യൻ്റെ ശത്രുവായി മനുഷ്യനെ നശിപ്പിക്കുവാൻ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം പറയും, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. പിശാച് പ്രതിയോഗിയായ പിശാച്, പ്രതിയോഗി ശത്രു. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടു അലറിക്കൊണ്ട്, അലറുന്ന സിംഹം പോലെ വിഴുങ്ങാൻ കാത്തു നടക്കുകയാണ്. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കോരിന്ത്യർ 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന്. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ മാലാഖയുടെ രൂപത്തിൽ വരും. വളരെ തന്ത്രപരമായി കൗശലമായിട്ട് പിശാച് വരും. മാലാഖയെപ്പോലെ ഭാവിച്ചു കൊണ്ടുവരും. തന്ത്രപൂർവ്വം ചില നന്മകളുടെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുവരും. അങ്ങനെ ഈ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. ദുഷ്ടനായ ശത്രുവായ ആ പൈശാചികൻ ഉപായത്താൽ വരും. അതും കൗശലമാണ്. സാത്താൻ ഉപായത്താൽ ഹുവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാൻ ഇടവരരുത് എന്ന് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ, സർപ്പം ഹുവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോട് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ പൈശാചിക ശക്തിയോടുള്ള യുദ്ധമാണ് ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിൽ നമ്മിൽ പലരും തോൽക്കാറുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ തോൽവിക്ക് കാരണം? അതാണ് യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നത്. അന്ന് ഇസ്രായേൽക്കാർ യെരിഹോ കോട്ട പിടിക്കാൻ പോയി. യെരിഹോ കോട്ട വളരെ ശക്തമായൊരു കോട്ടയാണ്, ശക്തിയുള്ള കോട്ടയാണ്. അത് ബൃഹത്തായ ഒരു വലിയ സംവിധാനമാണ്. വളരെ ശക്തിയുള്ള കോട്ടയുടെ മുകളിൽ ഭവനം പണിത് വാർക്കുവാൻ തക്കവണ്ണം അത്ര വിസ്താരമുള്ള ഘനമുള്ള കോട്ടയാണ്. ആ കോട്ട തകർക്കുവാൻ സാധാരണഗതിയിൽ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, ഒരു സൈന്യത്തെ കൊണ്ട് സാധ്യമല്ല. ആ കോട്ട തകർത്തിട്ട് വേണം ഇസ്രായേലിന് മുന്നോട്ട് പോകുവാൻ, ജനത്തിന് മുന്നോട്ട് പോകുവാൻ. ഈ കോട്ട എന്ന് പറയുന്നതും അതും പ്രതീകാത്മകമാണ്. അതെന്താണ്? മനുഷ്യൻ്റെ മുന്നേറ്റത്തിനും മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും മനുഷ്യൻ്റെ പുരോഗതിക്കും മനുഷ്യൻ്റെ ഉത്കർഷത്തിനും തടസ്സമായി നിൽക്കുന്ന അനേകം വിഘ്നങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അത് ദുഷ്ടപിശാചിൻ്റെ ആ ഭീകരമായ കെണികളെയാണ് കാണിക്കുന്നത്. കോട്ട പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തെ തടുത്തു നിൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളെയാണ് കാണിക്കുന്നത്. ഈ കോട്ടയെ തകർത്തു വേണം മുന്നേറുവാൻ. മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല താനും. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കോട്ടയെ ചുറ്റി നടക്കൂ. ദൈവജനം കോട്ടയെ ചുറ്റി നടന്നു. കോട്ടയെ ചുറ്റി നടന്ന് അവസാനം ദൈവം പറഞ്ഞു, 7 ദിവസം ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ഈ കോട്ടയെ നിങ്ങൾ തകർക്കാൻ നിങ്ങൾ എത്തിക്കേണ്ട, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്യുവീൻ. സ്തുതി ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് ആരാധന ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് സ്തോത്രം ഉയരട്ടെ. ദൈവം നിങ്ങൾ നടത്തുന്ന നന്മകളോർത്ത് സ്തുതിക്കുക. ദൈവം ഇതുവരെയും നിങ്ങളെ കൊണ്ടുവന്ന കൃപകളോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതുവരെയും നിങ്ങൾ നയിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാരുണ്യത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തുതി ഉയരട്ടെ. സ്തുതി ഉയരുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് കരുണയുള്ള കർത്താവ് കൽപ്പിച്ചു. അങ്ങനെ യെരിഹോ കോട്ട തകർന്നു. സ്തുതി ഉയർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനം നിറവേറി കോട്ട താഴോട്ടങ്ങ് ഇരുന്നു. കോട്ട ഉടഞ്ഞ് തകർന്നു പോവുകയല്ല. ആ കോട്ട നിന്ന സ്ഥാനത്ത് ഭൂമി അങ്ങ് പിളർന്നിട്ട് കോട്ട താഴോട്ടിരുന്നു. സമനിലം പോലെ നല്ല നിരപ്പായ സ്ഥലം അവിടെ കാണപ്പെട്ടു. ഇസ്രായേൽ ജനം ആർപ്പോടെ അകത്തേക്ക് കുതിച്ചു കയറി. വലിയ ജയമായിരുന്നു.
ശത്രുവിൻ്റെ മേൽ ജയം കൊണ്ടാടിയ ഒരു അവസരമായിരുന്നു. സഹോദരങ്ങളെ, ഈ കാര്യം ഇപ്പോൾ നാം പഠിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവം നിങ്ങൾക്ക് ചിലർക്ക് കോട്ടയെ തകർക്കുവാൻ കൃപ തന്ന കാലമുണ്ട്, കോട്ടയെ തകർക്കുവാൻ സ്തുതി തന്ന കാലമുണ്ട്. ആരാധന ലഭിച്ചവരുണ്ട്, സ്തുതിയുടെ ഘോഷത്താൽ കോട്ടകളെ തകർത്തവരുണ്ട്. ദൈവജനം സ്തുതിച്ചു, കോട്ടകൾ തകർന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള കോട്ടകൾ എന്തെല്ലാമാണ്? നിങ്ങൾ സ്തുതിക്കുവാൻ ആരംഭിക്കുവേൻ. കഴിഞ്ഞകാല നന്മകളിലേക്ക് നോക്കി, പോയ നാളുകളിലെ ദൈവ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. അത്ഭുതകരമായ നടത്തിപ്പുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആയുസ് നീട്ടിത്തന്നവർ ദൈവത്തെ സ്തുതിക്കുക. മരണത്തെ ഒഴിവാക്കി തന്നവർ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് ഇത്രത്തോളം ആരോഗ്യം തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്കൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കൃപ തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് ഉപജീവന മാർഗം തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് മക്കളെ തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്കൊരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് സ്നേഹമുള്ള മാതാപിതാക്കളെ തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് അനുസരണമുള്ള മക്കളെ തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ലഭിച്ച വിവിധ അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, അനുഗ്രഹങ്ങൾ ഓർത്ത് സ്തുതിക്കുക. സ്തുതിക്കുവാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ, നമ്മുടെ കർത്തവ്യം. സഹോദരങ്ങളെ, സ്തുതിക്കുമ്പോൾ കോട്ടകൾ തകരും. പോയ കാലങ്ങളിലെ നന്മകളോർത്ത് സ്തുതിക്കുമ്പോൾ, പഴയ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹമോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അനുഗ്രഹം പകരും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്ന്? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഏറ്റവും വലിയ അനുഗ്രഹം യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ലഭിച്ചു, രക്ഷകനായ ക്രിസ്തുവിനെ ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ പാപം പോക്കുവാൻ നമുക്ക് വേണ്ടി കുരിശിൽ വരിച്ച രക്ഷകനായ മിശിഹായെ ലഭിച്ചു. നമ്മുടെ എല്ലാ പാപങ്ങളും, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ എല്ലാം പുറത്തു തരുവാനും എല്ലാം ക്ഷമിച്ചു തരുവാനും എല്ലാം കഴുകിത്തരുവാനും കർത്താവായ യേശു തൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ രക്തം ഊറ്റി. ഇത് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു. ഇത് നാം വിശ്വസിക്കുമ്പോൾ നരകവാതിൽ നമുക്ക് വേണ്ടി തുറന്നിരുന്നത് അടയുകയും സ്വർഗവാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയും ചെയ്യുന്നു. നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, നരക ഭീകരതയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ദൈവിക സന്തോഷത്തിലേക്കും ദൈവിക സമൃദ്ധിയിലേക്കും നാം പ്രവേശിക്കുന്നു. എന്തൊരു മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. നരകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ, ഭീകരമായ നരകത്തിൻ്റെ വിധിക്ക് അർഹനായ മനുഷ്യൻ, അവൻ നരകവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന് അവകാശിയായി തീരുന്നു. സ്നേഹിതരെ, വിശ്വസിക്കൂ, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒരു നിത്യതയുണ്ട്, മരണമുണ്ട്, മരണശേഷം ന്യായവിധിയുണ്ട്. മരണശേഷം ന്യായവിധിയുണ്ട്. ന്യായവിധി കഴിഞ്ഞ് ഓരോരുത്തർക്കും ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനമുണ്ട്. ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നരകം നമുക്ക് ഒഴിവാക്കി തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ നീ എനിക്ക് ക്ഷമിച്ചു തന്നല്ലോ. ഞാൻ എത്ര കഴുകിയാലും കഴുകപ്പെടാത്ത പാപങ്ങൾ, പ്രായശ്ചിത്തം ചെയ്യാൻ നിർവാഹമില്ലാത്ത പാപങ്ങൾ, തിരുത്താനാവാത്ത പാപങ്ങൾ, ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമല്ലാത്ത പാപങ്ങൾ എല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള നന്ദി കൊണ്ടുള്ള സ്തുതി നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ, ആ സ്തുതി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറിയിട്ട് ആ സ്തുതിയുടെ നിർഘോഷത്താൽ ജീവനുള്ള ദൈവം നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ മുന്നിലെ കോട്ടകൾ തകർത്തു തരും. നമ്മുടെ മുന്നിൽ വിഘ്നങ്ങൾ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനുള്ള പുതിയ പാതകൾ തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. എരിഹോ കോട്ട തകർന്നു, ദൈവജനം മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ആ ജനത്തിൽ ലഭിച്ചു. വലിയൊരു വിജയമായിരുന്നു. വിജയം ലഭിച്ച ജനം പക്ഷേ പിന്നീട് അവർ അന്താളിച്ചു പോയി, അവർ അഹങ്കരിച്ചു പോയി, അവർ തന്നിഷ്ടക്കാരായിപ്പോയി, അവർ സ്വന്തം ശക്തിയിൽ ഊന്നിപ്പോയി. ഒരു ജയം കിട്ടിയാൽ ഉടനെ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, പരാജയത്തിനുള്ള പടിവാതിൽ തുറന്നല്ലോ എന്ന്. മറക്കരുത്. ഒരു ജയം കിട്ടിയാൽ, ആത്മീയമായും ഭൗതികമായും ഒരു ജയം കിട്ടിയാൽ ഉടനെ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, പരാജയം അടുത്തു വന്നല്ലോ എന്ന്. സൂക്ഷിച്ചുകൊള്ളണം. കാരണം പിശാച് അലസനല്ല. മനുഷ്യൻ അലസനാണ്, പക്ഷേ പിശാച് അലസനല്ല. അവൻ തോൽപ്പിക്കാൻ കാത്തുകെട്ടി നിൽക്കുകയാണ്. ഈ അഭിവൃദ്ധിപ്പെട്ടു വരുന്ന മനുഷ്യനെ, അവനെ ഇടിച്ചു താഴ്ത്താൻ അവൻ യത്നിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന് കെണികൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടെ പഴുത് കിട്ടുമോ അവൻ ചാടി വീഴും. അവിടെ നമ്മൾ തകർത്ത് വീഴിക്കും, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്രായേൽ ജനം അവരഹങ്കരിച്ചു. ഫലമോ, വളരെ ചെറിയ ഒരു കോട്ട, ഹായ് കോട്ടയുടെ മുന്നിൽ ചെന്നപ്പോൾ അവർ പതറിപ്പോയി, അവർ തോറ്റുപോയി. ഇസ്രായേൽ ജനം തോറ്റുപോയി, അവർ പരാജയപ്പെട്ടു പോയി.
വലിയൊരു സംഹാരം ഉണ്ടായി. ഇസ്രായേൽ അനേകർ ഹനിക്കപ്പെട്ടു, നിഹനിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. സഹോദരങ്ങളെ, എന്താണ് ഉണ്ടായത്? ഇസ്രായേൽക്കാർ വിഷമത്തിലായി. എന്താണ് ഇങ്ങനെ വന്നത്? യോശുവ അന്ന് ഭക്ഷണം കഴിച്ചില്ല. ജനനായകനായ യോശുവ, ജനത്തെ നയിച്ചു കൊണ്ടുവന്ന യോശുവ അന്ന് ഉപവാസമെടുത്തു. യോശുവ ഭക്ഷണം കഴിച്ചില്ല. യോശുവ ഭക്ഷണം കഴിക്കാതിരുന്ന് കരയുകയാണ്. അതാണ് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. യോശുവ ഭക്ഷണം കഴിക്കാതെ അവൻ ഇരുന്ന് എങ്ങനെയെന്ന് നമുക്ക് വായിക്കാം. 7-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കാം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണു കിടന്നു. പെട്ടകത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതായ പെട്ടകത്തിന് മുന്നിൽ കവിണ്ട് വീണ് കിടന്നു. സന്ധ്യ വരെയും ഉപവാസമെടുത്തു. സന്ധ്യ വരെ ഉപവാസമെടുത്തുകൊണ്ട് കരയുകയാണ്. എങ്ങനെയാണ് കരഞ്ഞത്? ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. യോശുവയോ വസ്ത്രം കീറി നിരാശയോടുകൂടിയല്ല, അനുതാപത്തോടെ, ദുഃഖത്തോടെ, എൻ്റെ കർത്താവേ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, എന്താണ് കാരണം? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാൻ എന്താണ് കാരണം? ഞാൻ മനസ്സറിഞ്ഞൊരു തെറ്റിലേക്ക് പോയില്ലല്ലോ, എന്താണിത് കാരണം? യോശുവ വസ്ത്രം കീറി, അവർ തലയിൽ മണ്ണ് വാരിയിട്ട് അവർ ഉരുകി, അവർ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്ന് അവർ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ പെട്ടുപോയത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. ഞങ്ങളും കൊടങ്ങ് പോരണ്ടായിരുന്നു, തുടങ്ങണ്ടായിരുന്നു. തുടങ്ങിയിട്ട് ഈ പരാജയം വന്നില്ലേ? യാത്ര തുടങ്ങണ്ടായിരുന്നു. എന്തിന് ഞങ്ങൾ പുറപ്പെട്ടു പോന്നു? കഷ്ടമായി പോയല്ലോ. നിരാശയോടെ ചിന്തിക്കുകയാണ്. പിന്നെ യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ യോശുവ കരയുകയാണ്, മൂപ്പന്മാരും കരയുകയാണ്, ജനനായകന്മാരും കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം അവരോട് അരുളി ചെയ്തു. 10-ാം വാക്യം. ദൈവം തമ്പുരാൻ പറയുകയാണ്, ദൈവം അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം പ്രത്യക്ഷനാകുന്നത് വചനം മൂലമാണ്. വചനത്താൽ പ്രത്യക്ഷനായി ദൈവത്തോട് പറയുകയാണ്, നീ തോറ്റതിന് കാരണമുണ്ട്. പറയുന്നു, യഹോവ മോശയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? എന്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു? എന്തിന് വീണ് കിടക്കുന്നു? എന്തിന് കരയുന്നു? നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. നീ മനസ്സിലാക്കൂ, ഈ ജനം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. കൊള്ള മുതൽ എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ചു, മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. അവർ മോഷണം നടത്തിയിരിക്കുന്നു. അവർ മോഷ്ടിച്ചത് ഒളിച്ചു വെച്ചിരിക്കുന്നു. അവർ ഇന്നയിടത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നു, സാമാനങ്ങളുടെ ഒളിച്ചു വെച്ചിരിക്കുന്നു. അവർ പാപം ചെയ്തിരിക്കുന്നു. യോശുവ അറിഞ്ഞില്ല ഇസ്രായേൽ ജനം പാപം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം പറയുകയാണ്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഈ കണ്ട ജനം മുഴുവനും പാപം ചെയ്തില്ല. അതിൽ ഒരാൾ മാത്രമേ പാപം ചെയ്തുള്ളൂ. അത് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരാൾ മാത്രമേ പാപം ചെയ്തുള്ളൂ. പക്ഷേ ആ പാപം എല്ലാവരുടെ മേലും ആ അനുഗ്രഹത്തിന് തടസ്സമായി തീരാൻ കാരണമായി തീർന്നു. എല്ലാവരുടെ മേലും ശാപം വരുവാൻ കാരണമായി തീർന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ വീടിനെല്ലാം നഷ്ടം വരുന്നു. ഒരു ദേശത്തൊരാൾ തെറ്റ് ചെയ്താൽ ആ ദേശത്തിന് ശാപം വരുന്നു. ഒരു സഭയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ സഭയ്ക്ക് ശാപം വരുന്നു. ഒരു സമുദായത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ സമുദായത്തിന് കേടുവരുന്നു. സ്നേഹിതരെ, ഒരു സ്ഥാപനത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ സ്ഥാപനത്തിന് മൊത്തത്തിൽ നഷ്ടവും നാശവും വരുന്നു. ഓർത്തുകൊള്ളുക, ഒരാൾ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, ഇതിന് നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജയിക്കണമോ ശാപം മാറ്റിക്കൊള്ളുക, ജയിക്കണമോ പാപം മാറ്റിക്കൊള്ളുക, ജീവിതത്തിൽ വിജയിച്ച് മുന്നേറണമോ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കൊള്ളുക. എൻ്റെ സ്നേഹിതരെ, ഇന്ന് പാപം മോചിക്കുവാൻ കുഞ്ഞാടിൻ രക്തമുണ്ട്. ഏതാണ് ഈ കുഞ്ഞാട്? ഗോകുൽത്തായിൽ ഇറക്കപ്പെട്ട ഊനമില്ലാത്ത കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു. ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികൾ തൂങ്ങി പാപിയുടെ പാപം വഹിച്ച് ത്യാഗമരണം വരിച്ച കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വന്ന് തിരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, പാപം മൂലം എൻ്റെ മേൽ വന്ന ശാപം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ സമർപ്പിക്കൂ. കാണാം ദൈവസ്നേഹം പകരുന്നത്, കാണാം ദൈവത്തിൻ്റെ കൃപ പകരുന്നത്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ഒഴുകും.
സ്നേഹിതരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേലുള്ള ശാപത്തിന് എൻ്റെ പാപമാണ് കാരണം. എൻ്റെ കുടുംബത്തിന്മേൽ വന്ന നാശത്തിന് ഞാനാണ് കാരണം. എൻ്റെ മക്കൾക്ക് വന്ന നാശത്തിന് ഞാനാണ് കാരണം. ഞാൻ ഒരാൾ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ പാപം മൂലം മറ്റുള്ളവർക്കും ദോഷം വന്നിരിക്കുന്നു. എൻ്റെ കുടുംബത്തിന് ദോഷം വന്നിരിക്കുന്നു. നഷ്ടവും കഷ്ടവും വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, തോൽവി അടഞ്ഞിരിക്കുന്നു. മുന്നോട്ടുള്ള ഗതിയും നിലച്ചു പോയിരിക്കുന്നു. യേശുവേ, എൻ്റെ പാപം നീ ക്ഷമിക്കണമേ. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കുമോ? ആ തിരുരക്തത്താലുള്ള കഴിവ് പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? യേശുവേ, എന്നിൻ്റെ തിരുരക്തം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി നീ കുരിശിൽ ചൊരിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് നിങ്ങൾ എതിരേൽക്കുമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളെ വാഴ്ത്തട്ടെ. യേശു നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. യേശു നിങ്ങളുടെ പാപങ്ങൾ കഴുകട്ടെ. യേശു നിങ്ങൾക്ക് ജയത്തിൻ്റെ പുതിയ പാതകൾ തുറന്നു തരട്ടെ. ജയത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ തരട്ടെ. ജയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങിത്തരട്ടെ. ജയിക്കുന്നവരാക്കി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും നിന്റെ തൃക്കരം ഉയർത്തണമേ. നാഥ, തൃക്കരത്തിൽ നിന്ന് അനുഗ്രഹം വർഷിക്കണമേ. എല്ലാവരെയും തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.